നമസ്കാരം. കെ ടീമിലെ പ്രതിഭകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി 72 മുതൽ 77 വരെ 5 വർഷം കെ ടീമിൽ പഠിച്ച ഒരു പഴയകാല പ്രതിഭ ശ്രീ AR രാംദാസ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാംസ്കാരിക രംഗത്തും ആരോഗ്യരംഗത്തും എന്നുവേണ്ട വിവിധ മേഖലകളിൽ ശ്രദ്ധ തിരിച്ചിട്ടുള്ള വ്യക്തിത്വം മാത്രമല്ല, ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവും കൂടിയെന്ന ഖ്യാതിയും പേരും ശ്രീ AR രാംദാസിൻ്റെ കൂടെ ചേർക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടത് KKTMലെ പഴയ കാല ആ പ്രതിഭയാണ്. നമസ്കാരം രാംദാസ് സാർ. 72 മുതൽ 75 വരെ KKTയിൽ പഠിച്ചു. 77 വരെ 5 വർഷം. ആ കാലഘട്ടത്തെ എങ്ങനെ ഓർമ്മിപ്പിക്കുന്നു? അതല്ലേ ജീവിതത്തിലെ ഏറ്റവും മാമ്പഴക്കാലം. അങ്ങനെ ഒരു കാലം അതിനുശേഷം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോണില്ല. അത്ര മധുരവും സുന്ദരവും ആക്റ്റീവായിട്ടുള്ള അത്രയും ആക്റ്റീവായിട്ടുള്ള ഒരു കാലം നമുക്ക് വേറെ ഇല്ലല്ലോ, വേറെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അത് GK മാനായിരുന്നു പ്രിൻസിപ്പൾ. ഞാൻ 72 പ്രീ ഡിഗ്രി ആയിരുന്നു അന്ന്. പ്രീ ഡിഗ്രിക്ക് അവിടെ ചേരുമ്പോൾ അന്ന് ഡിഗ്രി കോഴ്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ 2ാമത്തെ ബാച്ചാണ്, ഡിഗ്രിയുടെ 2ാമത്തെ ബാച്ചാണ് ഞാൻ ചേർന്നിട്ടുള്ളത്. അപ്പോൾ 72 74 പ്രീ ഡിഗ്രി കഴിഞ്ഞു. പിന്നെ അപ്പോൾ അത് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ 77 വരെ 5 വർഷവും KKTMൽ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യാത്ര തുടങ്ങിയതെന്ന് തന്നെ പറയാം. ഓക്കെ. ആ കാലഘട്ടങ്ങളിൽ പ്രധാനമായിട്ടും ക്രൈസ്റ്റ് കോളേജും KKTM കോളേജാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ പേരും ഈ പ്രദേശത്തു നിന്നൊക്കെ ക്രൈസ്റ്റിലേക്കാണ് പോയിരുന്നത്. ശ്രീ രാംദാസ് KKTയിൽ വരാനുള്ള കാരണം എങ്ങനെയാണ്? 72 കാലഘട്ടത്തിൽ കേരളത്തിൽ ശക്തമായിട്ടുള്ള ഒരു സമരം നടന്നിരുന്നു, ഫീസ് ഏകീകരണത്തിനുള്ള ഒരു സമരം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മിക്കവാറും പ്രൈവറ്റ് മാനേജ്മെൻറ്റ് കോളേജുകൾ, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജുകൾ അടച്ചിടുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ആ പ്രവേശന കാലത്ത് മറ്റു കോളേജുകളൊന്നും അവൈലബിൾ ആയിരുന്നില്ല സത്യത്തിൽ. അപ്പോൾ നാച്ചുറലി നമ്മുടെ അടുത്ത കോളേജ് എന്നുള്ള നിലയ്ക്ക് KKTM ചൂസ് ചെയ്തിട്ട് അവിടെ ചേരുകയാണ് ചെയ്തത്. പിന്നീട് ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം ഈ സമരം തീർന്ന് മറ്റു കോളേജുകൾ തുറക്കണ സമയത്ത് നമ്മുടെ ഒരുപാട് സതീർത്ഥ്യന്മാർ ഇവിടെ നിന്ന് വിട്ട് മറ്റു കോളേജുകളിലേക്ക് പോവുകയുണ്ടായെങ്കിലും ഞങ്ങൾ കുറേ പേര് അപ്പോഴേക്കും KKTMുമായിട്ടൊരു ആത്മബന്ധം സ്ഥാപിച്ചതിൻ്റെ വെളിച്ചത്തിൽ അവിടെ തന്നെ തുടരുകയാണ് ഉണ്ടായത്. യുദ്ധത്തിലും പ്രണയത്തിലും രാഷ്ട്രീയത്തിലും സ്ഥിരമായ ശത്രുക്കളും മിത്രങ്ങളും ഇല്ല. രാഷ്ട്രീയ നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കും. ശ്രീ രാംദാസ് പഠിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തെ നെഞ്ചോട് ചേർത്തിരുന്ന പലരും ഇന്ന് ആ പ്രസ്ഥാനം ആശയത്തെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും ഇല്ലേ? അത്തരം ഓർമ്മകളുണ്ടോ? ഇല്ല, പിന്നെ എനിക്ക് പരിചയമുള്ള ആൾക്കാർ അന്നിപ്പോൾ ഞങ്ങളുടെ കൂടെയൊക്കെ കൃത്യമായിട്ടുണ്ടായിരുന്ന പല ആൾക്കാരും ഇപ്പോൾ രാഷ്ട്രീയത്തിലില്ല എന്നുള്ളൊരു വാസ്തവമാണ്. അന്നത്തെ കോളേജ് രാഷ്ട്രീയത്തിലെ പ്രമുഖരായിട്ടുള്ള പലരും ഇന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവലിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അത് ഈ കാലഘട്ടം മുന്നിട്ട് വന്നതിൻ്റെ കാലഘട്ടം മാറിയതിൻ്റെയൊക്കെ ഒരു വ്യത്യാസമാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ അങ്ങനെ എല്ലാവർക്കും നിരന്തരമായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു ഇടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്ന് പുറന്തള്ളപ്പെട്ടു പോകാനും പെട്ടെന്ന് ഉയരങ്ങളിലേക്ക് പോകാനും ഒക്കെ സാധ്യത കൂടുതലുള്ള ഒരു സ്പേസാണല്ലോ അത്. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു വലിയ വ്യത്യാസമാണ് വന്നത്. ആകെ സൈലൻ്റായി. പിന്നെ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും സൈലൻ്റായി. പിന്നെ ആ സമയത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട SFIയുടെ പ്രവർത്തകരെ വേട്ടയാടുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ടായിരുന്നു. അതിനോട് സഹകരിച്ചിരുന്നില്ല. ഞാൻ എൻ്റെ 1-2 സുഹൃത്തുക്കളെ ഞാൻ ആ സമയത്ത് പോലീസിൻ്റെ വേട്ടയാടലിൽ നിന്ന് രക്ഷപ്പെടുത്താനൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ വരുമ്പോൾ അടിയും കാര്യങ്ങളും ബഹളവും ഒക്കെ ഉണ്ടാവുമായിരുന്നെങ്കിലും
അതിനപ്പുറം ഒരു സ്ഥിരം ശത്രുത നമ്മളന്നും രാഷ്ട്രീയത്തിൽ കാണാറില്ല. എന്ന് വെച്ചാൽ കലാലയ രാഷ്ട്രീയം ആ കലാലയത്തിൻ്റെ അതിർവരമ്പ് വിട്ട് കഴിഞ്ഞാൽ സുഹൃത്തിലേക്ക് പോകണമല്ലേ? അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നിലവിൽ എന്തെല്ലാം സ്ഥാനമാനങ്ങൾ വഹിക്കുന്നുണ്ട്? ഞാനിപ്പോൾ ഇന്ത്യൻ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ വെള്ളാങ്കലൂർ പീപ്പിൾസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രസിഡൻ്റാണ്. ഇതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള സ്ഥാനങ്ങൾ. ഇതിനു മുമ്പ് ലയൺസ് ക്ലബിലുണ്ടായിരുന്നു, ലയൺസ് ക്ലബിൻ്റെ സോൺ ചെയർമാനായിരുന്നു. അതിനു മുമ്പ് JCCയിലുണ്ടായിരുന്നു. അതൊക്കെ രക്ഷാധികാരിയും കൂടിയാണ്. ഇപ്പോൾ അലൂമിനിയുടെ ഇപ്പോൾ കഴിഞ്ഞ പരിപാടിയുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ഇപ്പോൾ രക്ഷാധികാരിയായിട്ട് എല്ലാവരും കാണുന്നു. അല്ല, ജീവിതാനുഭവങ്ങളുള്ളവർ, നമുക്ക് മുന്നേ സഞ്ചരിച്ച് വിജയത്തിലേക്കൊക്കെ അവരുടെ അനുഭവങ്ങളൊക്കെ അവർ കാണിച്ചു തരുന്ന വഴികളിലൂടെ സഞ്ചരിക്കാനും ഞങ്ങൾക്ക് ഈ തലമുറയ്ക്ക് താല്പര്യമുണ്ടല്ലോ. ആ നിലയ്ക്ക് താങ്കളുടെ എല്ലാവിധ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഉപദേശങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഈ തലമുറ ആഗ്രഹിക്കുമല്ലോ. തീർച്ചയായിട്ടും. അതുകൊണ്ടല്ലോ ഇപ്പോൾ ഇവർ പ്രസിഡന്റ് ആവണമെന്ന് പറഞ്ഞപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മൾ അതിപ്പോൾ സമയം മുഴുവൻ അങ്ങോട്ട് ചിലവാക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ക്യാരക്ടറും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും കൂടെ ഒരുങ്ങി പുറപ്പെട്ട പിന്നെ അതിൽ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞത്. പിന്നെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനാവണം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, നമുക്കതൊരു നിശ്ചിത അളവിലുള്ള ഇതാണല്ലോ. അത് ഞാൻ പരമാവധി സഹകരിച്ചിട്ടുണ്ടെന്നും പരമാവധി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുമാണ് എൻ്റെ വിശ്വാസം. ഏതൊരു വ്യക്തിക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടൊരു കാലഘട്ടം എന്ന് വെച്ചാൽ സ്കൂൾ കാലഘട്ടമാണ്, വിദ്യാഭ്യാസ കാലഘട്ടമാണ്. ഞങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് സ്കൂൾ കാലഘട്ടം പോലെ തന്നെയാണ് KK ആ ഒരു അധ്യാപന കാലഘട്ടം അല്ലെങ്കിൽ ആ ശിക്ഷണ കാലഘട്ടം. അപ്പോൾ ഓർത്തെടുക്കാവുന്ന അധ്യാപകർ, നമ്മളെ സ്വാധീനിച്ച അധ്യാപകരുണ്ടാവുമല്ലോ. ആരൊക്കെയാണ് അങ്ങനെ ഓർമ്മയിൽ വരുന്നത്, തികട്ടി വരുന്നത് ആരൊക്കെയാണ്? അന്നത്തെ അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും പ്രിൻസിപ്പൽ GK മേനോൻ സാറ്, പിന്നെ ദേവകി നന്ദനൻ സാറ്. ഞാൻ സുവോളജി ആയിരുന്നു. സുവോളജിയിലെ സതി ടീച്ചർ, ഫിസിക്സിലെ ഗോപാലകൃഷ്ണൻ സാറ്, കെമിസ്ട്രിയിലെ രാമേന്ദ്രൻ സാറ്, പിന്നെ ശങ്കരനാരായണൻ സാറ്, CP വിജയൻ സാറ്, കുറുപ്പ് സാറ്, രാജേശ്വരി ടീച്ചർ, ഹിന്ദി, അങ്ങനെ ഉള്ള ആൾക്കാരായിരുന്നു. ഇതിൽ എൻ്റെ ജീവിതത്തിനെ സ്വാധീനിച്ചിട്ടുള്ള ഒരേ ഒരാൾ രാജേശ്വരി ടീച്ചറാണ്. ഹിന്ദി ടീച്ചർ ആയിരുന്ന രാജേശ്വരി ടീച്ചറാണ്. ഞാൻ കുറച്ച് തരികിടയായിരുന്നു, തുടക്കത്തിലൊക്കെ കുറച്ച് തരികിടയായിരുന്നു. അപ്പോൾ പഠിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള വിഷമമുള്ള കൂട്ടത്തിലായിരുന്നു, സ്വയം വിഷമം. അതുകൊണ്ട് അതൊരിക്കൽ രാജേശ്വരി ടീച്ചർ എന്നെ വിളിച്ചിട്ട് കാര്യമായിട്ടുള്ള ഒരു ഉപദേശം തന്നു. ഭാർഗവപിള്ള സാറിൻ്റെ പത്നി രാജേശ്വരി ടീച്ചർ. പിന്നെ കണ്ടിട്ടില്ല, കുറേ കാലമായിട്ട് ആളെ കണ്ടിട്ടില്ല. അത് ഞാൻ ശരിക്കും എൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്തു. അന്ന് ഞാൻ ഹിന്ദി പൊട്ടിയിരിക്കുന്ന സമയമാണ്, ഫസ്റ്റ് ഇയറിൽ. ആ ഫസ്റ്റ് ഇയറിൽ എക്സാം എഴുതാതെ ഞാൻ സെക്കൻഡ് ഇയറിലെ എക്സാം എഴുതി ആ മാർക്കും കൂടി കവർ ചെയ്ത് പാസ്സായി. ആ ഒരൊറ്റ ഉപദേശത്തിൻ്റെ പുറത്ത്. അതിനന്ന് ഹിന്ദി സാറായിരുന്ന കുറുപ്പ് സാറ് പറഞ്ഞത്, അയ്യോ ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ക്ലാസ് നഷ്ടപ്പെട്ടല്ലോ എന്നാണ് എൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ പറഞ്ഞത്. അപ്പോൾ കലാലയ ജീവിതത്തിൽ ഈ 5 കൊല്ലത്തെ KTM ജീവിതത്തിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ആളാരാണെന്ന് ചോദിച്ചാൽ എനിക്ക് നിസ്സംശയം പറയാം, അത് രാജേശ്വരി ടീച്ചറാണ്. കോണത്തകുന്നിലെ പ്രസിദ്ധമായിട്ടുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജനകീയമായിട്ട് ഒരു ക്ഷേത്രമുണ്ട്, ആലുക്കത്ര മുത്തിക്ഷേത്രം. ഈ ആലുക്കത്ര കുടുംബമായിട്ടുള്ള ബന്ധം എന്താണ്? ഞാൻ ആലുക്കത്ര കുടുംബമാണ്. ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് ആലുക്കത്ര മുത്തി ക്ഷേത്രം. ഞാൻ ജനിച്ച് വളർന്നത് അതിൻ്റെ മുന്നിലാണ്, ഇപ്പോഴും അതിൻ്റെ മുന്നിലാണ് ജീവിക്കുന്നത്. നമ്മൾ ഹൃദയത്തിലേറ്റിട്ടുള്ള ഒരു സ്ഥലമാണത്.
അവിടേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ വിദേശത്തായിരുന്ന സമയത്ത് അവിടുത്തെ ഉത്സവത്തിന് വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വന്ന് 4-5 ദിവസം ആ ഉത്സവം നടത്തി അതിൽ പങ്കുകൊണ്ട് പോകുമായിരുന്നു വർഷങ്ങളോളം. അത്ര ആത്മബന്ധം ഉള്ളതാണ്. പിന്നെ അത് അധസ്ഥിതൻ്റെ ഒരു ആശാകേന്ദ്രം ആയിരുന്നു അപ്പോഴും ഇപ്പോഴും. ക്ഷേത്രത്തിൽ ഈഴവർക്ക് വരെ പ്രവേശനമില്ലാത്ത കാലങ്ങളിൽ ഈഴവർ വരെയുള്ള ആളുകൾ, പിന്നീട് അത് ഉയർന്ന ജാതിക്കാരും അടക്കം ഉള്ളവർ വന്ന് കൂടിയിരുന്ന വർഷത്തിൽ ഒരു യഥാർത്ഥ ദൈവസന്നിധി എന്നുള്ള നിലയ്ക്ക് വന്നു കൂടിയിരുന്ന, ഈ നാട്ടിലെ നാനാഭാഗങ്ങളിൽ നിന്നും വന്നുകൂടിയിരുന്ന ഒരു ക്ഷേത്രം, ശരിക്കും അധസ്ഥിതൻ്റെ ക്ഷേത്രം എന്ന് തന്നെ പറയാവുന്ന ഒരു സ്ഥലമാണ് ആലുക്കത്തറമുത്തി ക്ഷേത്രം. രാഷ്ട്രീയത്തിൽ തന്ത്രമാണ്, തന്ത്രത്തിൽ കൂടിയാണ് രാഷ്ട്രീയത്തിൻ്റെ വളർച്ച കിടക്കുന്നത്. അപ്പോൾ ഒരു തരം പ്രത്യേകതരം കുർമ്മ ബുദ്ധി എന്നൊക്കെ പറയാം, അമല ബുദ്ധിയല്ല ഉദ്ദേശിക്കുന്നത് ഉണ്ട്. ശ്രീ രാംദാസിനെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയൊരു നേതാവാകേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. താങ്കളുടെ വൈഭവവും അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളും ഒക്കെ ഈ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയം താങ്കൾ വിശ്വസിക്കുന്ന ആ പ്രസ്ഥാനം അംഗീകരിക്കുന്നുണ്ടോ, സ്വീകരിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അതിലിപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ തന്ത്രമാണെന്ന്. തന്ത്രവും കുതന്ത്രവും അതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ കുതന്ത്രത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് പിന്നാക്കാണ്. നമ്മൾ കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയതിൻ്റെ ഒരു ദോഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്രോബാക്കൊക്കെ അതിൽ കാണാം. ഇവിടെ സ്വീകാര്യതയുടെ പ്രശ്നമൊന്നുമില്ല. സ്വീകരിക്കൽ ഇപ്പോൾ ഞാൻ KSU കാലം മുതൽ ഇതേ രാഷ്ട്രീയത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. നമ്മളൊരിക്കലും വേറൊരു രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ടില്ല എന്നുള്ള നിലയ്ക്ക് സ്വീകാര്യതയ്ക്ക് കുറവൊന്നുമില്ല. മാത്രമല്ല ഇപ്പോൾ സാധാരണക്കാരുടെ ഇടയിൽ ഇപ്പോൾ ഈ സൊസൈറ്റിയുടെ ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും നല്ല സ്വീകാര്യത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല. പിന്നെ മാത്രമല്ല എനിക്ക് അത്ര വലിയ മോഹങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഉന്നതിയിലേക്ക് പോകണം, ഈ പാർട്ടിയിൽ വലിയ സ്ഥാനത്ത് എത്തണം എന്നുള്ള മോഹങ്ങളൊന്നുമില്ല. നമ്മളൊരു സാധാരണ പ്രവർത്തകനായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, സാധാരണക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്തായാലും രാഷ്ട്രീയത്തിൽ ശ്രീ രാംദാസിന് ശോഭനമായൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. പിന്നെ ഈ കോളേജ് കാലഘട്ടം കഴിഞ്ഞിട്ട് വിദേശത്ത് പോയിരുന്നു അല്ലേ? കോളേജ് കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അധികം ഇവിടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. അത് ഉടനെ തന്നെ ഞാൻ ബോംബെയിൽ പോയി. ബോംബെയിൽ പഠനവും ചെറിയ ജോലികളും ഒക്കെ കൂടിയിട്ട് അവിടുന്ന് ഞാൻ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA പാസ്സായി. അതിനുശേഷം പിന്നെ നമ്മളൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ എക്സിക്യൂട്ടീവായിട്ട് കുറേ കാലം, ഒരു 10 കൊല്ലത്തോളം ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. അതൊരു വലിയ യാത്രയുടെ കാലങ്ങളായിരുന്നു. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഈ അറ്റം മുതൽ ആ അറ്റം വരെ യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടി. കേരളത്തിൽ ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല. സൗത്ത് ഇന്ത്യയിലും ഒരുവിധം നാടുകളിലൊക്കെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഉണ്ടായ ഒരു സംഭവമാണ് ആന്ധ്രാപ്രദേശിനെ പിടിച്ചു കുലുക്കിയ, ആന്ധ്രാപ്രദേശ് നടുങ്ങിയ, ആന്ധ്രാപ്രദേശ് ഒന്നുമല്ലാതായ ഒരു സൈക്ലോൺ എന്ന് പറഞ്ഞാൽ മറ്റേ കൊടുങ്കാറ്റുണ്ടല്ലോ, കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റ് ഓങ്കോൾ എന്ന് പറയുന്ന സ്ഥലത്ത് വീശുമ്പോൾ അതിന് 2 മണിക്കൂർ മുമ്പ് അവിടുന്ന് ട്രെയിനിൽ കയറി മദ്രാസിലേക്ക്, അന്നത്തെ മദ്രാസിൽ നിന്ന് ചെന്നൈ പോകുന്ന ആളാണ് ഞാൻ. ആ ട്രെയിനിലിരിക്കുമ്പോൾ ആ ഒങ്കോളിൽ സർവനാശം വിതച്ച അതിനെപ്പറ്റിയുള്ള വാർത്തകൾ ആ ട്രെയിനിലിരുന്ന് കേൾക്കുകയുണ്ടായി. അതിനുശേഷം പിന്നെ വിദേശത്ത് ചില അവസരങ്ങൾ കിട്ടിയിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത്. ഞാൻ ഒരു മൾട്ടിനാഷണൽ കമ്പനി, അതായത് വലിയ വലിയ ഷിപ്പുകൾ മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത് മുഴുവൻ. അത് ഒരു 20 കൊല്ലത്തോളം അവിടെ ജോലി ചെയ്തിരുന്നു. അതൊരു നോർവീജിയൻ കമ്പനിയിലാണ്. അപ്പോൾ ആ ജോലിയുടെ ഭാഗമായിട്ടും വിവിധ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. സിംഗപ്പൂർ, റോട്ടർഡാം, ജപ്പാൻ, ചൈന,
വിവിധ സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. വലിയ വലിയ ഷിപ്പുകൾ, ഓയിൽ ടാങ്കറുകൾ, ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ ടാങ്കറുകൾ മാനേജ് ചെയ്തിരുന്ന ഒരു 50ഓളം ഓയിൽ ടാങ്കറുകൾ മാനേജ് ചെയ്തിരുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള വിവാഹം, മക്കളും കുടുംബത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ നാട്ടിലുള്ള കാലത്ത് തന്നെ ആണ് കല്യാണം കഴിഞ്ഞത്. ഞങ്ങളുടേതൊരു പ്രേമവിവാഹമായിരുന്നു. പ്രേമവിവാഹം എന്ന് മാത്രമല്ല, അത് ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. എൻ്റെ ഭാര്യ ക്രിസ്ത്യാനിയാണ്. ആ കാലത്ത് ഒരുപാട് കോളിളക്കങ്ങളും സമുദായ ഭ്രഷ്ടും കുടുംബക്കാരുടെ ഭ്രഷ്ടും ഒക്കെ ധാരാളം അനുഭവിച്ചിട്ടുള്ള ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങളുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കുകയാണ് ഉണ്ടായത്. ഭാര്യ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നു. നഴ്സിംഗ് സൂപ്രണ്ടായിട്ടാണ് റിട്ടയർ ചെയ്തത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും വർക്ക് ചെയ്തിരുന്നു. അവസാന കാലത്ത് തിരുവനന്തപുരം SIT ആശുപത്രിയിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. 2 മക്കളുണ്ട്, ഒരാണും ഒരു പെണ്ണും. പെൺകുട്ടി M.Tech കമ്പ്യൂട്ടർ സയൻസാണ്. അവൾ കോയമ്പത്തൂരിൽ സെറ്റിൽഡാണ്. മറ്റേ ആൺകുട്ടി MBA പാസ്സായി ഇപ്പോൾ പൂനെയിൽ ഒരു കമ്പനിയിൽ ഒരു എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്യുന്നു. KKTM പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഘടനയായിട്ടുള്ള അലുമിനി, ഈ അലുമിനി വളരെ ജനകീയമായിട്ട് ഒരുപാട് പേരുടെ ശക്തമായ പിന്തുണയുടെ, ഒരുപാട് പേരുടെ കൂട്ടായ്മയുടെ ശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അലുമിനിയുടെ ഭാവി പ്രവർത്തന രീതികളൊക്കെ എങ്ങനെ ശ്രീ രാംദാസ് വിലയിരുത്തുന്നു എന്നറിഞ്ഞാൽ കൊള്ളാം. ഞാൻ വിദേശത്ത് നിന്ന് വന്നതിന് ശേഷം അലുമിനിയുടെ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. അതൊരു കാഴ്ചക്കാരനെന്ന നിലയ്ക്കാണ് ആ ദിവസം പോയി വരിക എന്നുള്ള ഒരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അടുത്ത കാലത്താണ് അതിലൊരു ഇൻവോൾവ്മെൻറ്റ് വന്നത്. അപ്പോൾ ഒരു വർഷം നല്ല രീതിയിൽ പ്രസിഡന്റ് നമ്മുടെ വിപിൻ ചന്ദ്രൻ പ്രസിഡന്റും മനോജ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ആണ് എന്നെ അവർ കൂടെ കൂട്ടിയത്. അപ്പോൾ അത് നല്ല രീതിയിൽ അവരുടെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം വന്ന അലൂമിനിയാണ് ഇപ്പോൾ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ളത്. അതിലാണ് കുറച്ചും കൂടി കൂടുതൽ ഇൻവോൾവ് ആയിട്ട് നമ്മൾ ചെയ്തത്. അലൂമിനിയുടെ പ്രവർത്തനങ്ങൾ കുറെ കൂടെ നല്ല രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിനൊരു ചട്ടക്കൂടും ഒരു കൃത്യതയും വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അലൂമിനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവിടെ. അത് ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇപ്പം തന്നെ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള കമ്മിറ്റി പല കാര്യങ്ങളും ഇപ്പം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ കോളേജ് പ്രിൻസിപ്പലിൻ്റെ അടുത്തും കോളേജ് കൗൺസിലിൻ്റെ അടുത്തും നമ്മൾ പല കാര്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ രീതിയിൽ കോളേജ് കൗൺസിലിനോട് ചേർന്ന് നിന്നുകൊണ്ട്, പ്രിൻസിപ്പാളിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും അലൂമിനി എന്ന് പറഞ്ഞാൽ അലൂമിനിയുടെ പ്രവർത്തനങ്ങൾ കോളേജിൻ്റെ നന്മയ്ക്കും ഉന്നതിക്കും വേണ്ടി കൂടി ആയിരിക്കണം. ഏതൊരു സംഘടനയും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുക, പൂർണ്ണമായിട്ടും എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അസാധ്യമാണ്. പക്ഷേ അലൂമിനിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം ഏകദേശം പലരും നല്ല അഭിപ്രായമാണ് എന്നോടും പറഞ്ഞിട്ടുള്ളത്. നമുക്കത് തുടരണം. അപ്പോൾ നമ്മുടെ സീനിയർ മെമ്പർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മുന്നേ പറഞ്ഞ ഒരു വലിയ പക്ഷിയാണ് ശ്രീ രാംദാസ്. ഞങ്ങളോട് ഈ ഇന്നത്തെ തലമുറയോട് അല്ലെങ്കിൽ ഇപ്പോഴത്തുള്ള പ്രവർത്തനങ്ങളോടൊക്കെ എന്താണ് അഡ്വൈസ് ചെയ്യാനുള്ളത്? അല്ല, നമ്മളൊരു സംഘടന എന്നുള്ള നിലയിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടന, പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഒരു പാട് പേരുണ്ടല്ലോ നമ്മുടെ കോളേജിൽ അന്നത്തെ ഇതിൽ ഒരു എല്ലാ തലങ്ങളിലുള്ള ജീവിതത്തിൻ്റെ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുള്ള ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരെയും സംയോജിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പരമാവധി ആളുകളെ സംയോജിപ്പിച്ചുകൊണ്ട് കോളേജിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, കോളേജിൻ്റെ മുന്നോട്ടുള്ള വരവിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ കൂടി അലൂമിനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അപ്പോൾ നമ്മളുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം, കോളേജ് അലൂമിനിയുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ സഹായിക്കുക എന്നുള്ള രീതിയിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു ഭാഗം അലൂമിനിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ,
ഒരു ഭാഗം കോളേജിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് തീർച്ചയായിട്ടും സംയോജിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥ ഇപ്പോൾ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അത് രൂപാന്തരപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അത് നല്ല രീതിയിൽ അവസാനിപ്പിക്കാനുള്ള പ്രയത്നങ്ങൾ നമ്മൾ ഇന്നത്തെ അലൂമിനി എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയൊരു പരിപാടി വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത്തരം ഒരു കലാലയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂയും അവിടുത്തെ ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ KKTM പ്രതിഭകൾ എന്ന ഈ പരിപാടിയിൽ അത്ര വലിയ പ്രതിഭയൊന്നും അല്ലെങ്കിലും എന്നെ കൂടെ ഉൾപ്പെടുത്തിയതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. KKTM പ്രതിഭകൾ എന്ന ഈ പ്രോഗ്രാമിന് വേണ്ടി ശ്രീ രാംദാസ് തിരക്കുള്ള മനുഷ്യനാണ്, ഒരുപാട് വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത് ഈ അഭിമുഖം നൽകിയതിന് ഉള്ള നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. ഓക്കെ, നന്ദി എല്ലാവർക്കും.